ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ശ്രീജയ മായമ്പുളി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് റൂമല്ല ടേബിൾ മേക്കർ ചെയ്യാനാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത ക്രാഫ്റ്റ് വർക്കാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ഞാൻ ഇന്ന് മുതലൊരു ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇടാം. എനിക്ക് പരമാവധി ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് നേരെ വൈകിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് വീഡിയോക്ക് പോവാം. ഒരു ദിവസം എൻ്റെ ഹോം ടൂർ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതുമായിട്ട് വെയിറ്റ് ചെയ്യുക. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ടേബിളാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഇനി ഞാനൊരു 3 ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇതല്ല, ഇത് കൂട്ടാണ്ട് 2 ടേബിൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് 3 ടേബിളാണ് ഉള്ളത്. ഒരെണ്ണം കിച്ചണിക്ക് കൊണ്ടുപോയി, ഒരെണ്ണം മുകളിൽ, അത് ചെറുതായിരുന്നു, പിന്നെ അതിന് കാലിടുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മുകളിൽ കിടക്കുന്ന ഒരു ടേബിളായിരുന്നത് വെറുതെ അറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ ടേബിളിലത്തെ സാധനങ്ങളൊക്കെ. അതേ സാധനങ്ങൾ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് എവിടെയും കിട്ടാത്ത സാധനമില്ല. ഇത് ഞാൻ പുറത്ത് കൂട്ട് വാങ്ങിയതാണ്. ഇത് ലിങ്ക് ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല. ഇതിന് വേറെ 60 രൂപ കേട്ടോ. ഞങ്ങൾ സരിതേന്ന് വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഇവിടെ കവറുണ്ട്. ഇത് ആവശ്യമുള്ളൊരു കവറാണ്. ഇതിൽ ഇതിന് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ വെക്കേണ്ട ഒരു കവറാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും കയ്യിൽ വെക്കാതാണ്. അല്ലാതെ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പെട്ടി കണ്ടിട്ട് ആരും വിചാരിക്കണ്ട, ഇത് ക്ലേയുടെ പെട്ടിയായിരുന്നു. ഞാൻ ക്ലേയുടെ പെട്ടിയുടെ അകത്ത് കവായി സ്റ്റിക്കർ ആക്കി വെച്ചിരുന്നു കേട്ടോ, ഒരു സെറ്റിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നല്ല ഭംഗിയുണ്ടാവും. എനിക്ക് ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് വേറെ ഇന്നത്തെ പെൻസ് ഒക്കെ ഇടാനായ പെട്ടിയാണ്. എൻ്റെ കൂട്ടായിട്ട് ചെയ്തതാണ്. അവൾക്ക് പണിട്ടുണ്ട്. എൻ്റെ ഒരു കളേഴ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് കളറിൻ്റെ ഇതിൽ സിസേഴ്സ് ഒക്കെ വയ്ക്കും. പക്ഷേ ഈ സിസർ ഇതിൽ കൊള്ളില്ല. ചെറിയ ചെറിയ സിസേഴ്സ് കുറഞ്ഞു. പിന്നെ ഇതിൻ്റെ അതിൻ്റെ പിടിച്ചിട്ടോ സ്പ്രിങ് സിറ്റേജ് ആകെ പൂവാണ്. സ്പ്രിങ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിൽ കുറേ ഉണ്ടാകും. ഞാൻ അത് വെട്ടി കളഞ്ഞു. അപ്പോൾ ഇതിലത്തെ കുറേ സാധനങ്ങൾ ഇതിലിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് റൂം മേക്കറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ സൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പണ്ടത്തെ ടേബിളൊക്കെ ഇതാകുന്നത്. ഇത് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വല്ലപ്പോൾ എടുക്കാം. വെക്കാം. നോക്കുന്നു എനിക്കൊരു ട്രേ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തായി അപ്പോൾ എടുത്തോണ്ട് വന്നത് ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഇവിടെ സ്ഥലത്ത് ട്രോഫി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ട് വെക്കും. ഇതൊരു ലബുബുവിൻ്റെ ഒരു ടോയ് ആണ്. പ്ലാസ്റ്റിക് ടോയ് ആണ്. ഇത്
നമുക്ക് വെക്കാം. ഈ ലബുബുനൊക്കെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കണതും അങ്ങനത്തെ ഒന്നും കിട്ടില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് അങ്ങനെ തലവേദന തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ലബുബുനെ മാറ്റി വെക്കാനാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ബാഡ് ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് ഒരു ടാങ്ക് ഇത് ഉണ്ടോ, എനിക്ക് വാഷിംഗ് ടേപ്പ് ഉണ്ടാക്കാൻ അറിയില്ല. എനിക്ക് സെല്ലോ ടേപ്പ് വേണം, നാനോ ടേപ്പ് വേണം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഞാൻ ഉണ്ടാകും. ഒരു മെസ്സേജ് ബോട്ടിലാണ് അതിലേക്ക് കിടക്കുന്നത്. മെസ്സേജ് ബോട്ടിൽ നമുക്ക് മണിയൊക്കെ ഗ്രീൻ കളർ ക്യൂട്ടായിട്ടുള്ള ഒരു ടോയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക് പക്ഷികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. എന്നാൽ അങ്ങനത്തെ ക്രാഫ്റ്റ്സ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു നോട്ട് ഇതിട്ട് ഈ സ്റ്റിക്കിനോട്ട് നമുക്ക് താഴെ വെച്ചപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഇത് വെച്ച് ഞാൻ വെക്കാനില്ല, ഞാനൊന്ന് ഇറക്കി വെക്കട്ടെ. ഇനി താഴെയൊക്കെ വെക്കണം. പക്ഷേ ഇത് നമുക്ക് ഈ മുകളിലത്തെ ഇതിൽ ഈ കവറിൻ്റെ ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ ഹൈലൈറ്റേഴ്സ്. അപ്പം അത് ഞാനൊരു ബോക്സിലായിട്ട് അപ്പം ഞാൻ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രഷ് പെൻ ആൻഡ് ക്രയോൺസ് 2 പെട്ടിയായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പേജസ് ഒക്കെ ഞാൻ കീറി കത്തിക്കും. അതായത് ഈ തുമ്പ് അങ്ങനെ കത്തിച്ചിട്ട് ഫയർ അത് ചെയ്യും. ഞാൻ ഇങ്ങനെ വരുന്നത്. പിന്നെ ഒരു ബോക്സ് ആവശ്യം വരും. പിന്നെ എൻ്റെ കയ്യിൽ ജേണൽ സെറ്റ് ഇല്ല. ജേണൽ സെറ്റ് ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇതൊരു സ്ലൈഡ് എൻ്റെ ജേണലിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡാണ്. ഞാൻ കുറച്ച് സ്ലൈഡാണ്, പക്ഷെ അത് ഞാൻ ചൂട് നിർത്തും. ഇത് നല്ല ഭംഗിയുണ്ട് കുട്ടിയാണ്. അത് ഞാൻ കുറേ വർഷങ്ങൾക്ക് അതിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോയതായിരുന്നു. ആ ടൈമിലാണ് ഒരു സ്ലൈഡ്, ഒരു സ്കച്ച് ഉണ്ട്. അത് നമുക്ക് നല്ല ഫോട്ടോസ് ഉണ്ട്.
ദിസ് ഈസ് മൈ പുരസ്കാരം കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫോട്ടോസാണ്. ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മെയിൻ ഈയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിനുള്ളിൽ വന്നിട്ടുള്ളത് ഫോട്ടോ അടക്കമാണ് എനിക്കത് ഇഷ്ടം. This is my journaling diary. മാറ്റി വെക്കും. നല്ല ഇഷ്ടമായി. നല്ല ഒക്കെ മാറ്റി. എനിക്ക് ഈ ബ്രഷ് പെൻസൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നതാണ്. ബ്രഷ് പെൻസ് ഞാൻ മാറ്റിയിട്ട് എന്നിട്ട് ഞാൻ ഈ ഡയറി ആദ്യം ഇതിന് നമുക്ക് എടുക്കാം. ഈ ഇതെടുത്ത് ഉള്ളിലെടുത്ത് ആർക്കും മനസ്സിലാവാത്തൊരു രീതിയിലാണ് എൻ്റെ ആക്കി തരുന്നത്. കാണിച്ചത് ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് ടേബിളിൻ്റെ കണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ തുറക്കാം. ഗ്രേ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ സെറ്റൊക്കെ അപ്പോൾ ഒരു മിനിറ്റ് ഇപ്പോൾ വരെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ടേബിളൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊന്നുണ്ടാവില്ല. ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് ഞാൻ ചിലപ്പോൾ ചാനലിനെ കുറിച്ച് വന്നിരിക്കും. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടേ മതിയാവുള്ളൂ. ഇത്രയൊക്കെ എനിക്ക് ഈ ടേബിളിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ കടിക്കാവിടുത്തെ ചേച്ചി അതുപോലെ അങ്ങനെയൊക്കെ അവരുടെ ക്രാഫ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ ഓരോ ക്രാഫ്റ്റ് ചെയ്യാറ്. എനിക്ക് അവരുടെ ക്രാഫ്റ്റുകൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ ഈ ഇംഗ്ലീഷുകാരുടെ നോക്കി ചെയ്യും. അങ്ങനെയായിട്ട് അവരുടെ നല്ല റെസിപ്പിയിലാണ്. നമുക്ക് A4 ഷീറ്റും കാർഡ്ബോർഡ് ഷീറ്റ് അങ്ങനത്തെ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ പിന്നെ എല്ലാ സ്റ്റോറീസും എല്ലാം ഞാൻ ഗോസ്റ്റ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത്രയുള്ളൂ. അതിനൊക്കെ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. ഞാൻ വെറുതെ അല്ല, അത്യാവശ്യത്തിന് ഹാർഡ് വർക്ക് ഞാൻ തനിയെ ചെയ്യണ ഒരു യൂട്യൂബ് ചാനലാണ്. ഞാൻ പറഞ്ഞില്ല, എന്നും എനിക്ക് തോന്നിയൊരു ബുദ്ധിക്ക് ഞാൻ ചെയ്തൊരു യൂട്യൂബ് ചാനലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.